ഒരു സർക്കാർ എങ്ങനെ പ്രവർത്തിച്ചു, ആ സർവേയുടെ ഉദ്ദേശം അതിൻ്റെ ലക്ഷ്യത്തെ വഴിതിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. രാഷ്ട്രീയമായ ഒരു ലക്ഷ്യമല്ല അതിനുള്ളത്. ഒരു സർക്കാർ എന്തെല്ലാം ചെയ്തു, ഇനി എന്തെല്ലാം ചെയ്യേണ്ടതുണ്ട് എന്ന് പൊതുജനങ്ങളോട് ചോദിക്കാനുള്ള ഒരു തീരുമാനം, അതിനെ ഒരു ഇലക്ഷനുമായി കണക്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. അതിനകത്തൊരു സതുദ്ദേശമാണുള്ളത്. കാരണം ന്യൂ ജനറേഷൻ കുട്ടികളൊന്നും ഇതിൽ പങ്കാളികളാവുന്നില്ല. അപ്പോൾ ഈ ഭരണത്തിലോ രാഷ്ട്രീയത്തിലോ വോട്ട് ചെയ്യാനോ തയ്യാറാവുന്നില്ല. അവരെ ഇതിൻ്റെ ഭാഗമായി ഇൻവോൾവ് ചെയ്യിക്കാന്നുള്ളത്. വോട്ട് ചെയ്യാൻ പോലും, വോട്ട് ചേർക്കാൻ പോലും ന്യൂ ജനറേഷനിലെ ചെറുപ്പക്കാരായ കുട്ടികൾ തയ്യാറാവുന്നില്ല. അപ്പോൾ അവരെ ഇതിലേക്ക് ആകർഷിക്കാൻ, അവരുടെ ഒപ്പീനിയൻ, ഈ നാട് എങ്ങനെയാകണം എന്ന് അവരാണ് സ്വപ്നം കാണേണ്ടത്. നമ്മളല്ല, വളരെ ചെറുപ്പമായിട്ടുള്ള ആൾക്കാരുണ്ട്, അവരാണ് കാണേണ്ടത് നാളെ എങ്ങനെയാവണം, നാളെ എങ്ങനെ ആകണമെന്നുള്ള ഒരു ഫീഡ്ബാക്കിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അല്ലാതെ അതൊരു ദുരുദ്ദേശമുള്ള കാര്യമല്ല. അതിപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ പിന്നെ ഇവിടെ ബീഹാറിൽ എന്താണ് ചെയ്തത്? ഇലക്ഷൻ തലേ ദിവസം എല്ലാ സ്ത്രീകളുടെയും അക്കൗണ്ടിലേക്ക് 10,000 രൂപ ഇട്ട് കൊടുത്തു. അതുപോലെയല്ലല്ലോ ഇത്. ഇതൊരു 10 വർഷം ഭരിച്ചൊരു സർക്കാർ, ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു, ഇനി ഞങ്ങൾ വന്നാൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പ്രകടന പത്രിക തയ്യാറാക്കാൻ പോലും അത് ഉപകാരപ്പെടും. അല്ലാതെ രാഷ്ട്രീയമായി മാത്രം അതിനെ കാണുന്നത് ശരിയല്ല.